ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Adhikarshas stream. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് HTML പാർട്ട് 4 ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ CSS കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്തായിരുന്നു. HTMLനകത്തുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന CSS. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ CSSനകത്തുള്ള ഒരു എലമെൻ്റ് ആയിട്ടുള്ള കളർ എന്നുള്ളതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. അപ്പോൾ കളർ നമുക്ക് CSSൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് 4 മെത്തേഡുകളുണ്ട്. ഒന്നാമത്തെ കളർ നെയിം മെത്തേഡ്, സെക്കൻഡിലത്തെ RGB മെത്തേഡ്, തേർഡ് വൺ ഹെക്സ് മെത്തേഡ് HEX, ദെൻ ഫോർത്ത് വൺ HSL എന്ന് പറയും. അപ്പോൾ ഈ ഓരോന്നിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണല്ലോ. ഇപ്പം കളർ നെയിം ആണെങ്കിൽ നമ്മുടെ ഓരോ നെയിം, അതായത് റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ, അതുപോലെ നമ്മുടെ ഇപ്പോൾ റെഡ് വയലറ്റ് അതുപോലെയുള്ള നമ്മുടെ കളറിൻ്റെ നെയിമാണ് കൊടുക്കുക. ടൊമാറ്റോ എന്തൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ കളറിൻ്റെ നെയിം. സെക്കൻഡ് RGB എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡ്, ഗ്രീൻ, ബ്ലൂ വാല്യൂ ആണ് കൊടുക്കുക, ഓരോന്നിൻ്റെയും വാല്യൂ. ഇപ്പം റെഡാണ് വേണ്ടതെങ്കിൽ റെഡ് ഫുൾ ഇട്ടതിന് ശേഷം ഗ്രീനും ബ്ലൂവും ഓഫ് ആക്കി 0 ഇട്ട് കൊടുക്കുക വാല്യൂ. അതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത് RGB മെത്തേഡ്. പിന്നെ ഉള്ളത് ഹെക്സ് മെത്തേഡ്. അത് ഹെക്സാഡിലും ഡെസിമൽ വാല്യൂസ് ആണ്. അതായത് ഇങ്ങനെ #E0V അങ്ങനെ ഒരുപാട് ലെറ്റേഴ്സ് ഉണ്ടാകും. അത് ഓരോരോ കളറിനെ റെപ്രസെൻറ്റ് ചെയ്യും, ഓരോരോ ലെറ്റേഴ്സ്. ആ ലെറ്റേഴ്സ് മാറുന്നതിനനുസരിച്ച് കളർ മാറും. അതാണ് ഹെക്സാ ഡെസിമൽ വാല്യൂ. ദെൻ ഫോർത്ത് വൺ ആണ് HSL. അത് ഞാനിവിടെ കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട് അതിൻ്റെ എക്സാമ്പിൾ. അതെന്ന് വെച്ചാൽ ഹ്യൂ, സാച്ചുറേഷൻ, ലൈറ്റ്നെസ് എന്നുള്ളതാണ്. അതായത് ഹ്യൂ എത്ര വേണമെന്നുള്ള ഹ്യൂ എഴുതും, പിന്നെ സാച്ചുറേഷൻ ലൈറ്റ്നെസ്സിൻ്റെ ഒക്കെ പെർസെൻറ്റേജ് എഴുതും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 4 മെത്തേഡാണ് നമ്മൾ നോർമലായി ചെയ്യുന്നത്. പിന്നെ എക്സ്ട്രാ 2 കൂടിയുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പറൻസിയും കൂടി കൂട്ടാൻ. ഇപ്പോൾ RGB ഇടുമ്പോൾ കളറിൻ്റെ ട്രാൻസ്പറൻസി ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആടുമ്പോൾ ഭയങ്കര കട്ടി വരുമ്പോൾ അതിൻ്റെ ട്രാൻസ്പറൻസി കുറക്കാൻ വേണ്ടി നമ്മൾ RGBA, പിന്നെ അതുപോലെ HSLA എന്നൊക്കെ യൂസ് ചെയ്യും. A for alpha എന്നാണ്, അതായത് ട്രാൻസ്പറൻസി ഡിസൈഡ് ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ HTML ഒരു ബേസിക് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതുപോലൊരു വെബ് പേജ്. അത് ഞാൻ CSS ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റിലത്തെ മെത്തേഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ H1 എലമെൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ H1 ടാഗ് ചെയ്യുന്നു, കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് എലമെൻ്റാണ്? കളർ എലമെൻറ്റ്. ഇപ്പോൾ നമ്മളിനി കളറിൻ്റെ നെയിം ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ബ്ലൂ വയലറ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, കളർ ഈസ് ടു ബ്ലൂ വയലറ്റ് എന്ന് കൊടുത്തതിന് ശേഷം സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പുറം കാണാൻ സാധിക്കും കളർ മാറിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, നമ്മുടെ ഇതിന് മുമ്പത്തെ പാർട്ടിലുള്ളതാണ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ നോർമലായിട്ട് ഇങ്ങനെയാണ് നമ്മൾ കളർ ചേഞ്ച് ചെയ്യാറ്. ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു തന്നിരിക്കുന്ന മെത്തേഡും ഇതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്ന ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ കളർ നെയിം എന്ന് പറയുന്നത്, നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. അതായത് നമ്മളിപ്പോൾ കളർ തന്നെ ഈ ഒരു സിമ്പിൾ ഇട്ടതിന് ശേഷം ഇവിടെ കളറിൻ്റെ പേരല്ലേ കൊടുക്കുന്നത്, അപ്പോൾ അതാണ് കളർ നെയിം മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുകൊണ്ട് വലിയ ഇതൊന്നും തോന്നില്ല. ഇതാണ് നമ്മൾ ഫസ്റ്റ് മെത്തേഡ്. ഇപ്പോൾ എനിക്ക് പാരഗ്രാഫിൻ്റെ കളർ മാറ്റണം. ഞാൻ പാരഗ്രാഫ് ടാഗ് ചെയ്യുന്നു, കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കളർ, ദെൻ ഞാനിപ്പോൾ അക്യോ ഇടുകയാണ്, സെലക്ട് ചെയ്യുന്നു. കണ്ടല്ലോ, വളരെ സിമ്പിളാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഇത്രയും നേരം നമ്മൾ യൂസ് ചെയ്ത നോർമൽ ഫോർമാറ്റ് ഇത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഫോർമാറ്റായിട്ട് വരുന്നത്, കളർ നെയിം. അപ്പോൾ ഇത് ഞാൻ അധികം ചെയ്യുന്നില്ല, കാരണം ഇത് ഏകദേശം നമ്മൾ നോർമലായി ചെയ്ത രീതി, ഇത്രയും നാൾ ചെയ്ത രീതി ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയാണ്. ഇനി സെക്കൻഡ് മെത്തേഡ് നമുക്ക് നോക്കാം. അതാണ് നമ്മുടെ RGB മെത്തേഡ്. അപ്പോൾ RGB മെത്തേഡ് അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്കിപ്പോൾ RGBയുടെ ഇത് അറിയില്ല, RGB HSL ഒക്കെ നമ്മളൊരു കോഡല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കോഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു വെബ്സൈറ്റ് പറഞ്ഞുതരാം. വെബ്സൈറ്റ് അല്ല, നിങ്ങൾ ജസ്റ്റ് ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം HTML കളർ പിക്കർ എന്ന് കൊടുക്കുക. കളർ പിക്കർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതുണ്ടല്ലോ, നമുക്ക് ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ഇത് കിട്ടും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഓരോ കളറിൻ്റെയും, ഇപ്പോൾ ഞാൻ ഗ്രീൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ അതിൻ്റെ RGB വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടല്ലോ. RGB വാല്യൂ ഉണ്ട്, ഹെക്സ് വാല്യൂ ഉണ്ട്, HSL വാല്യൂ, എല്ലാ ടൈപ്പ് വാല്യൂ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ കോഡ് ഓരോന്നിൻ്റെയും കോഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ വന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ബേസിക്കായിട്ട് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു HTML എന്നുള്ളതും വെബ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതും H1 ആണ്. അപ്പോൾ H1 ടാഗ് ചെയ്തതിന് ശേഷം കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഏത് എലമെൻ്റാണ്? കളർ എലമെൻറ്റ്. അപ്പോൾ ഇനി നമ്മൾ നോർമലായിട്ട് ഇവിടെ വരുന്നത് കണ്ടല്ലോ, ഇത് ചോദിക്കുന്നത് നമ്മളെ കളർ നെയിമാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നുണ്ടല്ലോ, ഇതാണ് നമ്മളെ സെക്കൻഡ് വൺ, HSL അല്ലേ? അതെ,
അല്ല ഹെക്സ് വാല്യൂ, ഹെക്സാഡെസിമൽ വാല്യൂസ് ഉള്ളത് ഈ സൈഡിൽ കാണിക്കുന്നത്. അതാണ് ഓരോ കളറിൻ്റെയും ഹെക്സാഡെസിമൽ വാല്യൂസും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന RGB ആണ്. ഇപ്പോൾ RGB യൂസ് ചെയ്യാൻ വേണ്ടി RGB എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി ഇതിനകത്താണ് നമ്മൾ RGB കോഡ് എഴുതാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് വേണ്ട കളർ ഏതാണ്? ഇപ്പോൾ ഗ്രീൻ വേണമെന്നുണ്ടെങ്കിൽ ഗ്രീനിൻ്റെ കോഡാണ് ഓക്കെ, കണ്ടല്ലോ, ഗ്രീനിൻ്റെ കോഡാണ് 0500. അപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ഇതിനകത്ത് വന്ന് നോക്കിയാൽ മതി. കറക്റ്റ് ഗ്രീൻ അല്ല ഇതിപ്പോൾ, എക്സാക്റ്റ് ഗ്രീൻ വരുമ്പോൾ ആ ഒരു കളർ വരും. അതായത് RGB, R റെഡ് ഗ്രീൻ ബ്ലൂ എന്നാണ്. അപ്പോൾ ഗ്രീൻ കുറച്ച് കൂട്ടി റെഡും ഇതും ഓഫാക്കി ഇടും, അത്രയേ ഉള്ളൂ, സിമ്പിൾ. RGB അഥവാ കളർ അറിയില്ലെങ്കിൽ ഈ ഒരു ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ബ്രൗസറിൽ കയറി കളർ പിക്കർ എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി RGB മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ RGB മെത്തേഡ് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. H1 ടാഗ് ഓപ്പൺ ചെയ്യുക, കർലി ബ്രാക്കറ്റ് ഇടുന്നു, കളർ എലമെൻറ്റ് സെലക്ട് ചെയ്യുന്നു, ദെൻ RGB എന്ന് കൊടുക്കുക. RGB ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം വാല്യൂ കൊടുക്കുക, RGB വാല്യൂ. ഇപ്പോൾ ഞാൻ ഈ ഒരു പിങ്ക് എടുക്കാം, ഈ കളർ എടുക്കാൻ വേണ്ടി ഇതിൻ്റെ RGB വാല്യൂ കോപ്പി ചെയ്യുക. നമ്മുടെ ഈ ബ്രാക്കറ്റിനകത്തുകൊണ്ട് അത് പേസ്റ്റ് ചെയ്യുക. സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്യുക. സോറി, ഇവിടെ 2B വന്നു പോയി, RGBB എന്നായിപ്പോയി, അതുകൊണ്ടാണ് വർക്ക് ആവാതിരുന്നത്. കണ്ടല്ലോ, വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണിത്. ഇപ്പോൾ ഇത് ഈ HTML എന്നുള്ളതിൻ്റെ കളർ വീണ്ടും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ RGB മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇനി ഈ പാരഗ്രാഫിൻ്റെ മാറ്റണോ? പാരഗ്രാഫ് ടാഗ് ചെയ്യുക, കർലി ബ്രാക്കറ്റ് ഇടുക, എലമെൻ്റ് ഏതാണ്? കളർ എലമെൻറ്റ്, ദെൻ ഏതാണ്? RGB വാല്യൂ ആണോ? RGB വാല്യൂ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ഇത് കൊടുക്കുക, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്. ഇപ്പോൾ ഒരു യെല്ലോ കൊടുക്കുന്നു. കണ്ടല്ലോ, അടിയിലത്തെ ഇത് യെല്ലോ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ RGB വാല്യൂ. പിന്നെയുള്ളത് ട്രാൻസ്പറൻസി, RGBA എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ആൽഫയുടേതാണ്. അതിപ്പോൾ ഞാൻ ബോഡിയുടെ ഇത് കളർ മാറ്റി കാണിച്ചു തരാം. അത് കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ബോഡി ടാഗ് ചെയ്യുന്നു, ബക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനിപ്പോൾ RGB മോഡിൽ എഴുതുവാണ്. RGB വാല്യൂക്കകത്ത് ഏത് കളറാണ് കൊടുക്കുന്നത്? ഇപ്പം ഞാൻ ഒരു കട്ടി ബ്ലൂ കൊടുക്കാൻ പോവാണ്. 0-0,0 ബ്ലൂയുടെ ഏതാ? 500. റിഫ്രഷ് ചെയ്യുന്നു. ഇപ്പോൾ കണ്ടല്ലോ, ഇതിപ്പോൾ കംപ്ലീറ്റ്ലി ബ്ലൂ ആയിട്ടുണ്ട്. ഈ ഒരു കോഡ് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഏകദേശം ഒന്ന് നമുക്ക് മിക്സ് ചെയ്യുന്നിരുന്ന് നോക്കിയിട്ട് അങ്ങ് അടിച്ച് വിട്ടാൽ മതി. ഓക്കെ, ഇപ്പോൾ ഇത് ഞാൻ ബ്ലൂ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ബ്ലൂയുടെ ട്രാൻസ്പറൻസി കുറച്ച് കുറക്കണം എന്നുണ്ടെങ്കിൽ, ട്രാൻസ്പറൻസിയിൽ വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ RGB എന്നുള്ളത് RGBA ആക്കുക. അതായത് RGB വിത്ത് ആൽഫ എന്നാണ്. RGBA ആക്കിയതിന് ശേഷം നമ്മൾ കോഡ് എഴുതുമല്ലോ, ഇതിൻ്റെ കളറിൻ്റെ ഒരു സ്പെസിഫിക് ഇത് എഴുതുമല്ലോ. അതിന് എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു കോമ ഇട്ടിട്ട് എത്ര % വേണ്ടത് എന്ന് എഴുതുക. എത്ര % ട്രാൻസ്പറൻസി? നമ്മൾ പെർസെൻറ്റേജിലല്ല, ഡെസിമലിലാണ് എഴുതുന്നത്. ഇപ്പോൾ 50% ആണെങ്കിൽ 0.5, അതുപോലെ 30% ആണെങ്കിൽ 0.3 എന്നിട്ട് ഡെസിമൽ ആക്കിയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഞാൻ ഇതിനൊരു 50% ട്രാൻസ്പറൻസി ആക്കണമെങ്കിൽ 0.5 ഇടുന്നു. 0.5 ആയിപ്പോയോ? ഓക്കെ, 0.5 ഇടുന്നു. സേവ് ചെയ്ത് ഞാൻ റീഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചേഞ്ചസ് കാണാൻ സാധിക്കും. കണ്ടല്ലോ, 50% ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട് അത്. ഇനിയിപ്പോൾ ഞാനിവിടെ 0.9 കൊടുക്കുകയാണ്. ഓക്കെ, കണ്ടല്ലോ, ഇറ്റ് മീൻസ് 90% ആണ് ഇപ്പോൾ അതിൻ്റെ കട്ടി. ഞാനിപ്പോൾ 0.1 കൊടുത്താൽ നല്ല രീതിയിൽ ലൈറ്റ് ആകും. ഇറ്റ് മീൻസ് 10% ഞാനിപ്പോൾ ഉള്ളൂ കളർ. അപ്പോൾ ശരി കാണുന്നില്ല, ഞാൻ പുറകോട്ടിരിക്കുമ്പോൾ എനിക്ക് കാണുന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലേക്കായി മാറിയിട്ടുണ്ട്. അതാണ് അപ്പോൾ RGB എന്ന് പറഞ്ഞ്. അപ്പോൾ അതുപോലെ തന്നെയാണ് HSL ഹ്യൂ, സാറ്റിസ്ഫാക്ഷൻ, പിന്നെ ലൈറ്റ്നെസ് ആണ്. അപ്പോൾ അതിൻ്റേതും അതുപോലെ തന്നെ ആ ഒരു വാല്യൂ കൊടുത്തതിന് ശേഷം ഒരു
ഓക്കെ, അപ്പോൾ ഇതാണ് RGB വാല്യൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹെക്സ് വാല്യൂ ആണ്. ഹെക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഹെക്സാ ഡെസിമൽ വാല്യൂസ് ആണ്. അതായത് നമ്മൾ ഡെസിമൽ ആയിരിക്കും അതിന് യൂസ് ചെയ്യുക. അത് ഞാനൊരു മോഡൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം ഞാൻ H1 ടാഗ് ചെയ്യുന്നു, കർലി ബ്രാക്കറ്റ് ഇടുക, എലമെൻ്റ് ഏതാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്, കളർ എലമെൻറ്റ്. പിന്നെ ഇവിടെ നമുക്ക് ഇപ്പോൾ RGB ആണെങ്കിൽ നമ്മൾ RGB എന്ന് കൊടുക്കും, RGB ആൽഫ ആണെങ്കിൽ RGBA എന്ന് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ HSLനും HSL അല്ലെങ്കിൽ HSLA എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല, ഹെക്സ് എന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ്ലി നമുക്ക് ആ കളറിൻ്റെ കോഡങ്ങ് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കളറിൻ്റെ കോഡ് അറിയില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന ഓരോ കളറിൻ്റെ പേരിങ്ങനെ വരുമല്ലോ, ഈ കളറിന് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ വരുന്നത്. അതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണും, ഇതാണ് ആ ഓരോ കളറിൻ്റെയും കോഡ്, ഹെക്സ് കോഡ്. അപ്പോൾ ആ ഒരു കോഡ് നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടുന്ന ഒരു സ്പെസിഫിക് കളർ നിങ്ങൾക്ക് ഇപ്പം വേണം, പക്ഷേ അതിൻ്റെ കോഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഈസിയസ്റ്റ് മെത്തേഡ് ഉണ്ട്. നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ കളർ പിക്കർ പോവുക, ഏത് കളറാണ്, ഇപ്പം ഞാൻ റെഡ് എടുക്കുന്നു, അവിടെ നിന്ന് അതിൻ്റെ ഹെക്സ് കോഡ് കോപ്പി ചെയ്തെടുക്കുക. വളരെ ഈസിയാണ്. ഓക്കെ, കളർ എന്ന് ഇട്ടതിന് ശേഷം നേരിട്ട് ആ ഒരു ഹെക്സ് കോഡ് കോപ്പി ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, വേറെ പണിയൊന്നുമില്ല അതിനിടയിൽ. കണ്ടല്ലോ, റീഫ്രഷ് ചെയ്യുമ്പോൾ അത് വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി. ആ ഒരു കളർ നമ്മളിവിടെ ചെയ്തത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതിന് അല്ലാതെ വേറെ നമ്മൾ ഹെക്സ് എന്നുള്ള കോഡൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇനി പാരഗ്രാഫിൻ്റെ മാറ്റി കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ ഞാൻ എന്ത് കളറാക്കണ്ടേ, നമുക്കൊരു ബ്ലൂ ആക്കാം. ബ്ലൂവിൻ്റെ ഹെക്സ് കോഡ് കോപ്പി ചെയ്യുക, ഹെക്സ് കോഡ് എഴുതുക, സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്യുക. ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് ഇത് ബ്ലൂ ആയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നമുക്ക് ഹെക്സ് കോഡിന് ആൽഫ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടു. നമുക്ക് ഹെക്സ് കോഡിന് നമ്മൾ RGBക്കൊന്നും യൂസ് ചെയ്യുന്ന പോലെ ആൽഫ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ HSLനും അത് യൂസ് ചെയ്യും, പക്ഷേ ഹെക്സ് കോഡിന് ഇനി ബാക്കി അപ്പുറം കോമേറ്റ് എഴുതാനൊന്നും സ്ഥലമില്ല. ഇനി നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ബോഡി ടാഗ് ചെയ്തേക്കോ, അതെല്ലാം സെയിം തന്നെയാണ്, ഞാൻ അതെല്ലാം ചെയ്യുന്നില്ല. അപ്പോൾ ഇനി അടുത്തത് നമ്മളെ HSL മീൻസ് ഹ്യൂ സാച്ചുറേഷൻ ലൈറ്റ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുക, എല്ലാം സെയിം മെത്തേഡ് തന്നെ. ഏതാണോ വേണ്ടത് ആ ഒരു ഇത് സ്പെസിഫിക് എലമെൻറ്റ് ടാഗ് ചെയ്യുക, എന്താണോ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് കളറ്. ഇപ്പോൾ ഇനിയാണ് മാറ്റം വരുന്നത്. ഇനി HSL എന്ന് കൊടുക്കുക. HSL നമ്മൾ ഏത് രീതിയിലാണ് മാറ്റാൻ പോകുന്നത്. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. HSL എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന കളർ ഏത് അതിൻ്റെ HSL കോപ്പി ചെയ്യുക. അപ്പോൾ ഈ ഒരു കളർ എടുക്കാൻ തോന്നുന്നു. നമുക്ക് ഇവിടെ HSLും വാല്യൂ ഇതിനകത്ത് തന്നെ ഉണ്ട്. കോപ്പി ചെയ്ത് ഇതിൻ്റെ ഇടയിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ അകത്ത് നിന്ന് വരുന്ന HSL വാല്യൂക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ഗൈസ്, ഒരു ഡിഗ്രി വരുന്നുണ്ട് ഫസ്റ്റ്, അതെന്താണെന്നറിയില്ല. ആ ഡിഗ്രിയുടെ ആവശ്യമില്ല കേട്ടോ, ഡിഗ്രീൻ്റെ ആവശ്യമില്ല. സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്യുമ്പോൾ മാറുന്നുണ്ട്. ആ ഒരു ഡിഗ്രി കട്ട് ചെയ്ത് കളഞ്ഞേക്കുക. നമ്മൾ ഈ ഒരു കളർ പിക്കറിന് എടുക്കുന്നതിന് ഒരു ഡിഗ്രീൻ്റെ ഇത് വരുന്നുണ്ട്. ഫസ്റ്റ് ഇതിനെ കണ്ടല്ലോ, കോമയ്ക്ക് മുമ്പില്ല, ആദ്യത്തെ ഈ സെൻറ്റൻസിന് ഡിഗ്രി വരുന്നുണ്ട്, അത് കട്ട് ചെയ്യണേ. അപ്പോൾ അതുപോലെ H1ൻ്റെ മാറിയാൻ ഇപ്പോൾ പാരഗ്രാഫ് ടാഗ് ചെയ്തു, കളർ ഇടുന്നു. നമുക്ക് ഏത് കളർ എടുക്കുന്ന ഒരു ഞാനിപ്പോൾ യെല്ലോ കൊടുക്കുന്നു. ഓക്കെ, ഈ ഒരു ലൈറ്റ് യെല്ലോ കൊടുക്കുവാണ്. HSL കോപ്പി ചെയ്യുക. ദെൻ നമ്മൾ ഇതിനകത്ത് കളറിൻ്റെ ഇടയിൽ കൊണ്ട് ഒരു HSL പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ ആ ഒരു കളർ ഇവിടെ ഡിക്കറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഈ ഡിഗ്രി മാറ്റുമ്പോൾ ആ ഒരു കളർ ഡിക്കറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തോ പറ്റിയിട്ടുണ്ട്. HSL ഞാൻ യൂസ് ചെയ്തില്ല, സോറി. HSL ഈ ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല ഞാൻ, അതാണ് പറ്റിയത്. HSL യൂസ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടും ഇല്ല, സോറി. ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തായിരുന്നു, ബട്ട് കള്ളി ബ്രാക്കറ്റ് ആയിപ്പോയി. ഓക്കെ, ശരിയായി. ഓക്കെ, ഇപ്പോൾ കണ്ടല്ലോ, ഞാൻ ആ HSL ഇടാൻ വിട്ടുപോയി. സേവ് ചെയ്യുന്നു, റിഫ്രഷ് ചെയ്യുമ്പോൾ കണ്ട ആ ഒരു എഴുത്ത് ആ ഒരു കളറായി മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിനി കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാൻ പറഞ്ഞ പോലെ തന്നെ ബോഡി ടാഗ് ചെയ്യുന്നു. ബോഡിയുടെ കളർ മാറ്റാൻ കളറല്ല, ബാക്ക്ഗ്രൗണ്ട് എന്നാണ് കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കളർ ദെൻ നമുക്ക് HSL ആണ് ചെയ്യുന്നത്. അപ്പോൾ HSL ദെൻ ഏത് കളറാണ്, ഞാനിപ്പോൾ ഒരു റെഡ് എടുക്കാം, കട്ടി റെഡ് എടുക്കാം.
ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ HSL ഇട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ നടുവ് കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഡിഗ്രി മാറ്റണം. ഇതെന്താണ് അങ്ങനെ ഒരു എറർ? ഡിഗ്രി വരുന്നുണ്ട്. ഡിഗ്രിയുടെ ആവശ്യമില്ല കേട്ടോ, നമുക്ക് ഡിഗ്രീൻ്റെ ആവശ്യമില്ല. ഓഫ്. ഓക്കെ, സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിൻ്റെ ട്രാൻസ്പറൻസി മാറ്റണം. അപ്പോൾ HSL നമ്മൾ RGBക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് ചെയ്ത അതെ, RGBക്ക് ചെയ്തു. അതേ രീതിയിൽ തന്നെ കൊടുക്കുക. പിന്നെ നമ്മൾ കോഡ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കളറിൻ്റെ കോഡ്, കളറിന് ശേഷം ഒരു കോമ ഇടുക. അതിന് ശേഷം എത്ര ഡെസിമൽ വാല്യൂവിൽ ട്രാൻസ്പറൻസി എഴുതുക. ഞാൻ 0.5 ഇടുമ്പോൾ നേരെ 50% ട്രാൻസ്പെറൻ്റ് ആകും. കണ്ടല്ലോ, സിമ്പിൾ. അപ്പോൾ ഇത് ഞാൻ അധികം കളറിൻ്റെ ഇത് പറയാത്തത് RGBയിൽ ചെയ്ത പോലെ തന്നെയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പം നിങ്ങൾക്ക് ഓരോ കളറിൻ്റെയും കോഡറെങ്കിൽ കളർ പിക്കർ ഓപ്പൺ ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ ചെറിയ ഈ ഒരു ബോക്സ് ഉണ്ടാവും. ആ ഒരു ബോക്സിൽ നല്ല വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കളർ മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് കളർ മാറ്റി. ഇത് ഏതിൻ്റെ മാറ്റിയ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ മാറ്റി. ഇനി ഞാൻ സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട് കളർ മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവിടെ നിങ്ങൾ ക്ലിക്കൊന്നും ചെയ്യേണ്ട, കേഴ്സർ പതിയെ അവിടെ ഒന്ന് കൊണ്ടുവെക്കുക. അപ്പോൾ തന്നെ പോപ്പപ്പ് ആയി വരും. അതിൽ നിന്ന് കളർ മാറ്റണമെങ്കിൽ മാറ്റാം. ഇപ്പോൾ HTMLൻ്റെ കട്ടി കുറച്ച് ഞാൻ കൂട്ടുവാണ്, നല്ല കട്ടി ബ്ലൂ ആക്കുവാണ്. സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്യുമ്പോൾ കണ്ടല്ലോ, നമുക്ക് ഇവിടുന്ന് തന്നെ ജസ്റ്റ് ഒന്ന് അവിടെ കൊണ്ടുവച്ചാൽ മതി. നമ്മൾ ഹെക്സാഡെസിമൽ വാല്യൂസൊക്കെ ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു 6 രീതിയിലുള്ള കളേഴ്സിൻ്റെ ഇത്. അപ്പോൾ ഇനി ബാക്കി വീഡിയോസ് കിട്ടുന്നതിന് 6 രീതിയിലുള്ള, മെയിനായിട്ട് 4ആണ്, 2 എണ്ണം അതിൻ്റെ ആൽഫ യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടോളൂ.